അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടെയാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു രീതിയാണ് തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി അയൽപ്പക്കത്തുള്ള സ്ത്രീകളെല്ലാവരും ഒരു വീട്ടിൽ സംഗമിക്കുകയും എന്നിട്ട് അവരെല്ലാവരും കൂടെ തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം സഹീഹാകുമോ? ആ നിസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമോ? നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ വീട് വിട്ട് പുറത്തിറങ്ങാൻ പാടുണ്ടോ? എന്താണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നത്? വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടെയാണിത്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുൻ, സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അവരുടെ വീടുകൾ തന്നെയാണ്. ഒരിക്കലൊരു സഹാബി വനിത ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബി വനിതയോട് പറഞ്ഞത്, നീ നിന്റെ വീടിന്റെ അകത്തളത്തിൽ നിസ്കരിക്കുക, അതാണ് നിനക്ക് ഉത്തമമെന്ന് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബി വനിതയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സ്ത്രീകൾ ഒരിക്കലും നിസ്കാരത്തിന് വേണ്ടി അവരുടെ വീടുകൾ വിട്ട് പുറത്തിറങ്ങേണ്ടതില്ല. അതിന് പള്ളിയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള മറ്റു വീടുകളിലേക്കാണെങ്കിലും തന്റെ വീട് വിട്ട് നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ പുറത്തിറങ്ങേണ്ടതില്ല. അതവർക്ക് ഉത്തമമല്ല. മറിച്ച് അവർക്ക് ഏറ്റവും ഉത്തമമായത് അവരുടെ സ്വന്തം വീടുകൾ തന്നെയാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒന്നുകൂടെ കൂട്ടിപ്പറയുന്നുണ്ട്, വീടുകളിൽ പുറം റൂമിനേക്കാൾ ഏറ്റവും ഉത്തമം അകത്തുള്ള റൂമാണ്. ചുരുക്കത്തിൽ ഓരോരുത്തരും അവരുടെ സ്വകാര്യമായ ബെഡ്റൂമുകളിൽ വെച്ച് നിസ്കരിക്കലാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് പല ആളുകളും നിസ്കാരത്തിന് വേണ്ടി അയൽപ്പക്കത്തുള്ള വീടുകളിലേക്ക് അല്ലെങ്കിൽ പള്ളികളിലേക്ക് അല്ലെങ്കിൽ പള്ളിയോട് ചേർന്നുള്ള ഹാളുകളിലേക്കൊക്കെ അവർ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത് അത് കറാഹത്താണ്, എന്നാൽ ഇത് ഹറാമാകുന്ന രൂപവും കൂടെ വരുന്നുണ്ട്. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ അന്യപുരുഷന്മാർ നമ്മളെ കാണാൻ ഇടവരുന്നുണ്ടോ എങ്കിൽ അത് ഹറാമാണ്. അല്ലെങ്കിൽ അന്യപുരുഷന്മാരുടെ സ്പർശനം അവിടെ വരുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഹറാമാണ് എന്ന് നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾ പള്ളിയിൽ പോയതെന്നാണ് 1946 കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ ഒതായി എന്നുള്ള സ്ഥലത്തുള്ള ഖദീജ കുട്ടിയും അതുപോലെ ആമിനത്താത്തയും, ഈ രണ്ട് സ്ത്രീകളാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ ജുമുഅക്ക് വേണ്ടി പോയ സ്ത്രീകൾ. ആരാണ് ആ ഒരു സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്നത്? ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനമായ പുത്തൻ പ്രസ്ഥാനക്കാരാണ് ആ ഒരു സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്നത്. അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അയൽപ്പക്കത്തുള്ള വീടുകളിലേക്ക് എല്ലാവരും ഒരുമിക്കുകയും അവിടെ വെച്ച് തറാവീഹ് നിസ്കരിക്കുകയും ചെയ്താൽ ആ നിസ്കാരം സഹീഹാണോ? ആ നിസ്കാരം സഹീഹാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. നിസ്കാരം ബാത്തിലാകും എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയത്തിനോട് എതിരാണത്. സ്ത്രീകൾക്ക് ഉത്തമം അവരുടെ വീടുകളാണ് എന്ന് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുമ്പോ ആ ഉത്തമമായ രീതിക്ക് എതിരായി വേറൊരു രീതി സ്വീകരിക്കുക എന്നുള്ളത് അതിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അവരുടെ വീടുകളാണ് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം മദീനയിലെ മസ്ജിദുൻ നബവിയിലെ ഇമാം തന്റെ പ്രസംഗത്തിൽ ഈ ഒരു വിഷയം വളരെ ഗൗരവപരമായി ഓർമ്മപ്പെടുത്തുന്നത് കൂടെ നിങ്ങൾ കേൾക്കുക. അദ്ദേഹം പറയുന്നത്, പുരുഷന്മാരോട് കൽപ്പിക്കപ്പെട്ട ഇബാദത്തുകളൊക്കെ സ്ത്രീകളോടും കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിസ്കാരം അത് സ്ത്രീകൾ അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ സ്ത്രീകൾ അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് മസ്ജിദുൻ നബവിയിലെ ഇമാം കഴിഞ്ഞ ദിവസം തന്റെ പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. من تلاوة القرآن والدعاء والصدقة والذكر والتوبة والاستغفار وقيام الليل إلا أن صلاتها في دارها خير لها من صلاتها في المسجد. قال النبي صلى الله عليه وسلم وبيوتهن خير لهن. رواه أحمد. الله سبحانه وتعالى
പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ ഷരീഫ് കൊണ്ട് വിജയിക്കുന്നവരിൽ സാധുക്കളായ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.